വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 അക്കൗണ്ടൻസിയിലെ 6ാമത്തെ അധ്യായമായ ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. നമുക്ക് നേരിട്ട് ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സും ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ഒരു ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഡാഷ് ഈസ് എ ലിസ്റ്റ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ടേക്കൺ ഫ്രം ലെഡ്ജർ. ഏതാണ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഡെബിറ്റിലെ ബാലൻസും ക്രെഡിറ്റിലെ ബാലൻസും വെച്ചിട്ട് തയ്യാറാക്കുന്ന ലിസ്റ്റ് ഏതാണ്, അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ട്രയൽ ബാലൻസ്, ഓപ്ഷൻ ബി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, ട്രയൽ ബാലൻസ് ആണ്. കാരണം ട്രയൽ ബാലൻസിനാണ് ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ വരുന്ന ബാലൻസും ഡെബിറ്റ് സൈഡിൽ വരുന്ന ബാലൻസും വെച്ചിട്ട് തയ്യാറാക്കുന്ന ലിസ്റ്റാണ് ട്രയൽ ബാലൻസ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ട്രയൽ ബാലൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സാലറി പെയ്ഡ് ടു കൃഷ്ണവേണി ഡെബിറ്റഡ് ടു ഹിയർ പേഴ്സണൽ അക്കൗണ്ട്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. കൃഷ്ണവേണി എന്ന് പറയുന്ന ആൾക്ക് സാലറി കൊടുത്തു, പക്ഷേ സാലറി കൊടുത്തത് സാലറി അക്കൗണ്ടിനെ അല്ല ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്, കൃഷ്ണവേണി അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ട് ആയിട്ട് ഇദ്ദേഹം തെറ്റായിട്ട് ഡെബിറ്റ് ചെയ്തതാണ്. യഥാർത്ഥത്തിൽ ജേണൽ എൻട്രി എഴുതേണ്ടത് സാലറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. പക്ഷേ ഇദ്ദേഹം കാണിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? കൃഷ്ണവേണി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് എററാണ്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. റെക്ടിഫൈ ദ ഫോളോയിങ് എറേഴ്സ്. താഴെ കൊടുത്തിട്ടുള്ള എററുകളെ, തെറ്റുകളെ റെക്ടിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തത് പർച്ചേസ് ഡേ ബുക്ക് ഈസ് അണ്ടർ കാസ്റ്റ് ബൈ ₹9,000. പർച്ചേസ് ബുക്കിൽ 9,000 രൂപ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പർച്ചേസ് ബുക്കിൽ 9,000 രൂപ കുറച്ച് കാണിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാണിച്ചത് കൂട്ടി കാണിച്ചാൽ പോരെ. പർച്ചേസ് ബുക്കിന് 2 സൈഡ് ഉണ്ടാവും, ഡെബിറ്റ് സൈഡ് ഉണ്ട്, ക്രെഡിറ്റ് സൈഡ് ഉണ്ട്. കൂട്ടി കാണിക്കണമെങ്കിൽ ഡെബിറ്റ് സൈഡിൽ കാണിക്കണോ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണോ എന്നാണ് ചോദ്യം. അപ്പോൾ പർച്ചേസ് ബുക്കിൽ അണ്ടർകാസ്റ്റ് ചെയ്തത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ട് 9,000 രൂപ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. അതായത് പർച്ചേസ് ബുക്കിൻ്റെ ഡെബിറ്റ് സൈഡിൽ 9,000 രൂപ കാണിച്ചാൽ ഈ എററിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒന്നാമത്തെ എറർ റെക്ടിഫൈ ചെയ്യുക. രണ്ടാമത്തത് റിപ്പയേഴ്സ് ഓൺ മിഷനറി ₹1,000 ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. മിഷനറി റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് 1000 രൂപ ചിലവായി, അത് മിഷനറി അക്കൗണ്ടിനാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം റോങ് ആയിട്ട് എങ്ങനെയാണ് ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടാവുക? റോങ് എൻട്രി എങ്ങനെയായിരിക്കും? മിഷനറി അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ ഒറിജിനൽ എൻട്രി എന്താ? റിപ്പേഴ്സ് അക്കൗണ്ട് അപ്പ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ്. ഇതിനെ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ എൻട്രി എഴുതേണ്ടത്? റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പേഴ്സ് അക്കൗണ്ട് അപ്പ് ടു മിഷനറി അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ഈ എററിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ രണ്ടാമത്തെ എറർ റെക്ടിഫൈ ചെയ്യുക. ഇനി മൂന്നാമത്തെ എറർ പർച്ചേസ് ഓഫ് ഫർണിച്ചർ ₹10,000 ഫ്രം ശബരി റെക്കോർഡ് ത്രൂ പർച്ചേസ് ഡേ ബുക്ക്. 10,000 രൂപയുടെ ഫർണിച്ചർ വാങ്ങിയത് പർച്ചേസ് ബുക്കിലാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കറിയാം അസറ്റ് വാങ്ങിയാൽ നമ്മൾ ആസെറ്റിൻ്റെ ബുക്കിൽ തന്നെ അസറ്റിൽ അക്കൗണ്ടിൽ തന്നെ രേഖപ്പെടുത്തണം. അതായത് പർച്ചേസ് അക്കൗണ്ടിലല്ല, പർച്ചേസ് അക്കൗണ്ടിൽ നമ്മൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോഴാണ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ഇദ്ദേഹം റോങ് ആയിട്ട് എങ്ങനെ എൻട്രി ചെയ്തിട്ടുണ്ടാവുക? പർച്ചേസ് അക്കൗണ്ട് അപ്പ് ടു ശബരി അക്കൗണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ എങ്ങനെ എഴുതേണ്ടത്? ഫർണിച്ചർ അക്കൗണ്ട് അപ്പ് ടു ശബരി അക്കൗണ്ട് എന്നാണ്. ഇതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യുക? ഫർണിച്ചർ അക്കൗണ്ട് അപ്പ് ടു പർച്ചേസ് അക്കൗണ്ട് എന്ന് എഴുതിയാൽ മതി. ഈ എററിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഈ എററുകളെ റെക്ടിഫൈ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യന് 2018 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ എ ട്രയൽ ബാലൻസ് ഫ്രം ദ ഫോളോയിങ് ഐറ്റംസ്. താഴെ കൊടുത്തിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ട്രയൽ ബാലൻസ് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ലോൺ ഗീവൺ ടു മോഹൻ ആദ്യത്തെ ഐറ്റമായ 75,000 രൂപ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്തത്
ബിൽസ് റിസീവബിൾ, അത് അസറ്റാണെന്ന് നമുക്കറിയാം. ലോൺ ഗീവൺ ടു മോഹനെ പോലെ തന്നെ ഒരു അസറ്റാണ് ബിൽസ് റിസീവബിൾ. അത് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലെ കാണിക്കുക 25,000. അടുത്തത് സെയിൽസ് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്തത് പ്രിലിമിനറി എക്സ്പെൻസ് 20,000 രൂപ, അത് നമ്മൾ എക്സ്പെൻസ് ആയതുകൊണ്ട് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത ഡ്രോയിങ്സ്, അത് നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത ക്യാപിറ്റൽ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു അസറ്റ് ആയതുകൊണ്ട് അത് ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്തത് അഡ്വാൻസ് ഫ്രം രാജാസിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയത്, ആ ഒരു ലാബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്തത് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഒരു ലാബിലിറ്റിയാണ്, അതുകൊണ്ട് തന്നെ അത് ട്രയൽ ബാലൻസിൻ്റെ ക്രെഡിറ്റ് സൈഡിലാണ് കാണിക്കുക. അടുത്ത ബിൽഡിംഗ് ഒരു അസറ്റാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെ വാല്യൂ നമ്മൾ ട്രയൽ ബാലൻസിൻ്റെ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യന് 2019 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ ആൻഡ് റെക്ടിഫൈ. താഴെ കൊടുത്തിരിക്കുന്ന എററുകൾ ഏതൊക്കെയാണ്, അതിനെ പരിഹരിക്കാനും ആ എററിനെ റെക്ടിഫൈ ചെയ്യാനും ആണ് പറഞ്ഞിട്ടുള്ളത്. ഈ ചോദ്യത്തിന് 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നാമത്തെ ഓപ്ഷനും രണ്ടാമത്തെ ഓപ്ഷനും. ഒന്നാമത്തെ ഓപ്ഷനെ നമുക്ക് നോക്കാം. സെയിൽസ് ₹10,000 ടു മാളവിക വാസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി സെയിൽസ് ബുക്ക്. 10,000 രൂപയ്ക്ക് മാളവികയ്ക്ക് സെയിൽസ് നടത്തിയത് നമ്മൾ സെയിൽസ് ബുക്കിൽ തന്നെ കാണിച്ചിട്ടില്ല. അത് ഏത് ടൈപ്പ് ഓഫ് എററാണ്? എറേഴ്സ് ഓഫ് ഒമീഷനാണ്, കംപ്ലീറ്റ് ഒമീഷനാണ്. ഈ എററിനെ എങ്ങനെ നമ്മൾ മറികടക്കുക, റെക്ടിഫൈ ചെയ്യുക? സെയിൽസ് ബുക്കിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഈ 10,000 രൂപ കാണിച്ചാൽ മതി, ആ എററിനെ റെക്ടിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തതോ, വേജസ് പെയ്ഡ് ₹4,000 ഫോർ ദി ഇറക്ഷൻ ഓഫ് എ മെഷീൻ ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട്. മെഷീന് വാങ്ങിയപ്പോൾ ആ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള 4,000 രൂപ ചിലവായത് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് വേജസ് അക്കൗണ്ടിലാണ്. അത് തെറ്റാണ്. 4,000 രൂപ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ അത് മെഷീൻ്റെ അക്കൗണ്ടിൽ തന്നെയാണ് 4,000 രൂപ ഡെബിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇദ്ദേഹം തെറ്റായിട്ട് എങ്ങനെയായിരിക്കും ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടാവുക? റോങ് എൻട്രി എന്തായിരിക്കും? വേജസ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ഒറിജിനൽ എൻട്രി എന്താ? മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ്. ഇതിനെങ്ങനെ റെക്ടിഫൈ ചെയ്യുക, അഥവാ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയായിരിക്കും? മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു വേജസ് അക്കൗണ്ട് എന്നാണ്. മിഷനറിയെ ഡെബിറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഡെബിറ്റ് ചെയ്യേണ്ട തുക മിഷനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുമ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രിയിൽ ഡെബിറ്റ് ചെയ്യുമ്പോൾ ആ തുക വരും. വേജസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ വേജസിനെ നമ്മൾ തെറ്റായിട്ട് വേജസിനെ ഡെബിറ്റ് ചെയ്തിട്ടുള്ളത് വേജസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ 4,000 രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ വേജസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തിരുന്ന 4,000 രൂപ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ ക്യാൻസലായി പോകും. അതുപോലെ ഈ രണ്ടാമത്തെ ഓപ്ഷന് ഏത് ടൈപ്പ് ഓഫ് എററാണ്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 ഇംപ്രൂവ്മെൻ്റ് എക്സാമിനേഷന് 2 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. എമൗണ്ട് സ്പെൻഡ് ഫോർ ദ റിപ്പയർ ഓഫ് മിഷനറി ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. മിഷനറി അക്കൗണ്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൈസ കൊടുത്തു, പക്ഷേ അത് മിഷനറി അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. ഓപ്ഷൻ എ, വിച്ച് ടൈപ്പ് ഓഫ് എറർ ഒക്യൂർഡ് ഹിയർ. ഇവിടെ ഏത് ടൈപ്പ് ഓഫ് എററാണ് ഈ അക്കൗണ്ടൻറ്റിന് സംഭവിച്ചത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിളാണ് ഇവിടെ ഈ അക്കൗണ്ടൻറ്റിന് പറ്റിയ എററിനെ വിളിക്കുന്ന പേരാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി, പാസ് ജേണൽ എൻട്രി ഫോർ റെക്ടിഫൈ ദ എറേഴ്സ്. ഈ അക്കൗണ്ടൻറ്റ് വരുത്തിയ ഈ ഒരു മിസ്റ്റേക്കിനെ മറികടക്കാനുള്ള റെക്ടിഫൈ ചെയ്യാനുള്ള ജേണൽ എൻട്രി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ അക്കൗണ്ടൻറ്റ് റോങ് എൻട്രി എന്താണ് എഴുതിയിട്ടുണ്ടാവുക? തെറ്റായിട്ട് എന്താണ് ജേണൽ എൻട്രി എഴുതിയിട്ടുണ്ടാവുക? മിഷനറി അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ഒറിജിനൽ എൻട്രി എങ്ങനെയാണ് വേണ്ടത്? റിപ്പേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു ക്യാഷ് അക്കൗണ്ട്. ഇതിൻ്റെ റെക്ടിഫിക്കേഷൻ എൻട്രി എന്താ? മിഷനറി അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ തുകയെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ മിഷനറി അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം. റിപ്പേഴ്സ് അക്കൗണ്ടിനെ വരുത്താൻ വേണ്ടിയിട്ട് റിപ്പേഴ്സ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ റെക്ടിഫിക്കേഷൻ എൻട്രി എങ്ങനെയാണ്? റിപ്പേഴ്സ് അക്കൗണ്ട് ഡെബിറ്റഡ് ടു മിഷനറി അക്കൗണ്ട്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്തൊരു ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 1 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. ക്രെഡിറ്റ് സെയിൽസ് ടു സുകുമാർ ₹35,000 വാസ് ഡെബിറ്റഡ് ടു സുകുമാർ അക്കൗണ്ട് വിത്ത് 3,500. ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് എറർ. സുകുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കടത്തിന് 35,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വിറ്റു. സുകുമാർ അക്കൗണ്ടിൽ പക്ഷേ ഡെബിറ്റ് ചെയ്തത് 35,000 അല്ല 3,500 ആണ്.
35,000 കാണിക്കുന്നതിന് പകരം സുകുമാർ അക്കൗണ്ടിൽ കാണിച്ചിട്ടുള്ളത് 3,500 ഈ എറർ ഏത് ടൈപ്പ് ഓഫ് എറർ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി എറേഴ്സ് ഓഫ് ഒമീഷൻ, ഓപ്ഷൻ സി കോമ്പൻസേറ്റിംഗ് എറേഴ്സ്, ഓപ്ഷൻ ഡി എറേഴ്സ് ഓഫ് കമ്മീഷൻ. അപ്പോൾ ഇവിടെ എമൗണ്ടിലാണ് ഈ അക്കൗണ്ടൻറ്റ് എറർ വരുത്തിയത്. 35,000 കാണിക്കുന്നതിന് പകരം 3,500 കാണിച്ചു. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ്? എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യന് 2020 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 3 മാർക്കിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. മിസ്റ്റർ ആനന്ദ്, ആൻ അക്കൗണ്ടൻറ്റ് ഓഫ് എ ബിസിനസ്, ഐഡൻറ്റിഫൈഡ് ദ ഫോളോയിങ് എറേഴ്സ് ഇൻ ദിയർ ബുക്ക് ഓഫ് അക്കൗണ്ട്സ്. നെയിം ദ ടൈപ്പ് ഓഫ് എറർ ഒക്യൂർഡ്. മിസ്റ്റർ ആനന്ദ് എന്ന് പറയുന്ന വ്യക്തി ഒരു ബിസിനസ് സ്ഥാപനത്തിലെ അക്കൗണ്ടൻ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് സ്ഥാപനത്തിലെ സാമ്പത്തിക ഇടപാടുകൾ രേഖപ്പെടുത്തിയപ്പോൾ ചില എററുകൾ സംഭവിച്ചിട്ടുണ്ട്, ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. താഴെ കുറച്ച് എറേഴ്സ്, അദ്ദേഹം വരുത്തിയ എറേഴ്സ്, മിസ്റ്റേക്കുകൾ താഴെ 3 ഓപ്ഷനുകളായിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 3 എറേഴ്സും ഏത് ടൈപ്പ് ഓഫ് എറേഴ്സിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണോ, എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണോ, എറേഴ്സ് ഓഫ് ഒമീഷൻ ആണോ, അതോ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നമുക്ക് നോക്കാം. പേയ്മെൻറ്റ് ടു സപ്ലയർ ഓഫ് ഗുഡ്സ് ₹30,000 ഈസ് റോങ്ലി പോസ്റ്റഡ് ടു ദ ഡെബിറ്റ് ഓഫ് ദെയർ അക്കൗണ്ട്സ് ആസ് ₹3,000. നമ്മളൊരു സപ്ലയർക്ക് 30,000 രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. 30,000 എന്ന് കാണിക്കുന്നതിന് പകരം നമ്മൾ എത്രയാണ് കാണിച്ചിട്ടുള്ളത്? 3,000 കാണിച്ചിട്ടുള്ളത്. സപ്ലയർക്ക് നമ്മൾ 30,000 കൊടുത്തിട്ടുണ്ട്, 30,000 കാണിക്കുന്നതിന് പകരം നമ്മൾ 3,000 കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ടൈപ്പ് ഓഫ് എറർ ആണ്? എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. അപ്പോൾ ഓപ്ഷൻ എയുടെ ഉത്തരം എറേഴ്സ് ഓഫ് കമ്മീഷൻ ആണ്. ഇനി ഓപ്ഷൻ ബി, ക്രെഡിറ്റ് സെയിൽസ് ടു മജീദ് ₹25,000 വാസ് നോട്ട് എൻറ്റേർഡ് ഇൻ ദി സെയിൽസ് ബുക്ക്. നമ്മൾ മജീദ് എന്ന് പറയുന്ന വ്യക്തിക്ക് 25,000 രൂപയുടെ സാധനങ്ങൾ കടത്തിന് വിറ്റു. അത് സെയിൽസ് ബുക്കിൽ തന്നെ കാണിച്ചിട്ടില്ല. നമുക്കറിയാം, നമ്മൾ സെയിൽസുമായി ബന്ധപ്പെട്ട് വരുന്ന ട്രാൻസാക്ഷൻസ് ഒക്കെ ആദ്യം റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസ് ബുക്കിലാണ്. സെയിൽസ് ബുക്കിൽ തന്നെ മജീദിന് 25,000 രൂപയുടെ ക്രെഡിറ്റ് സെയിൽസ് നടത്തിയത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് എന്താണ്? ഒമീഷനാണ്, കംപ്ലീറ്റ് ഒമീഷനാണ്. അപ്പോൾ ഈ ഓപ്ഷൻ ബിയുടെ ഉത്തരം എന്താണ്? എറേഴ്സ് ഓഫ് ഒമീഷൻ ആണ്, അഥവാ കംപ്ലീറ്റ് ഒമീഷൻ ആണ് ഈ ഓപ്ഷൻ ബിയുടെ ഉത്തരം. ഇനി ഓപ്ഷൻ സി, പർച്ചേസ് ഓഫ് മിഷനറി ഫോർ ₹50,000 ഈസ് ഡെബിറ്റഡ് ടു പർച്ചേസ് അക്കൗണ്ട്. നമ്മൾ 50,000 രൂപയ്ക്ക് മിഷനറി വാങ്ങി. ആ മിഷനറി വാങ്ങിയത് നമ്മൾ മിഷനറീൻ്റെ പേരിലല്ല ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്, പർച്ചേസ് അക്കൗണ്ട് എന്ന പേരിലാണ് ഡെബിറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, അസറ്റുകൾ വാങ്ങുമ്പോൾ ആ അസറ്റിൻ്റെ പേരിൽ തന്നെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അതായത് മിഷനറീനെ തന്നെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇദ്ദേഹം പർച്ചേസ് അക്കൗണ്ടാണ്, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന പോലെയാണ് മിഷനറി പർച്ചേസ് ചെയ്തത് കാണിച്ചത്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ്? എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. എറേഴ്സ് ഓഫ് പ്രിൻസിപ്പിൾ ആണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.